ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ ചിന്താവിഷയമായിട്ട് നാം എടുത്തിരിക്കുന്നത് സങ്കീർത്തനം 50:15. നമുക്ക് ഏറ്റവും ആവശ്യമായ ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത്. ഓരോ പ്രാവശ്യം ദൈവം നമ്മളോട് പുതിയ പുതിയ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ പുതിയ പുതിയ ഓരോ സമയങ്ങളും പുതിയ പുതിയ സന്ദേശമായിട്ട് ദൈവം നമ്മളുടെ അടുക്കിലേക്ക് കടന്നു വരുന്നത്? നിങ്ങൾ വചനത്തിന് വേണ്ടി തീക്ഷ്ണമായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. വചനപ്രഭാഷണം കേൾക്കുവാന്, അത് ഉൾക്കൊള്ളുവാനായിട്ടും പ്രാർത്ഥിക്കാനായിട്ടും നിങ്ങൾ ഒത്തിരി തീവ്രമായി പരിശ്രമിക്കുന്നവരായതുകൊണ്ട് ദൈവത്തിന് ഇഷ്ടമാണ്. കാര്യം ദൈവം പറഞ്ഞല്ലോ, ആർക്കെങ്കിലും ദാഹിക്കുന്നവർ അവർ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന്. അങ്ങനെ ഒരു ദാഹത്തോടു കൂടി കടന്നു വരുന്നത് കൊണ്ട് ദൈവാനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അതിന് മാറ്റമൊന്നുമില്ല. ദാഹിക്കുന്നവർക്കാണ് കുടിക്കാൻ കൊടുക്കുന്നത്. ദാഹമില്ലാത്തവർക്ക് കൊടുത്താൽ അവരത് കുടിക്കില്ല. വിശക്കുന്നവർക്കാണ് കൊടുക്കേണ്ടത്. അവർ ഭക്ഷിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം വിശപ്പോടു കൂടി ഉള്ള ആർത്തിയോടുകൂടിയുള്ള കഴിപ്പ്. എന്നാൽ ഉണ്ട് വയറ് നിറഞ്ഞവന് അത് പുച്ഛമായിട്ടതാണ്. നമുക്കെല്ലാവർക്കും ഇത് വളരെ തീക്ഷ്ണതയോടുകൂടി കയറി വന്നിരിക്കുന്നത് കൊണ്ട് പറയുന്നവർക്കും കേൾക്കുന്നവർക്കും ദൈവത്തിനും പരിശുദ്ധാത്മാവിനും സകല വിശുദ്ധർക്കും സന്തോഷം തോന്നിക്കുന്ന ഒരു വലിയ സ്വർഗീയ മേഖലയാണ് വചനപ്രഘോഷണം. വചനപ്രഘോഷത്തിൽ സകല വിശുദ്ധരും ഉണ്ട്, സകല മാലാഖമാരും ഉണ്ട്, പരിശുദ്ധ അമ്മയുണ്ട്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് 3 പേരുണ്ട്. കാര്യം വചനത്തെ കുറിച്ചാണല്ലോ പറയുന്നത്. അതുകൊണ്ട് അത് കേൾക്കുന്നവരിലും ഈ ഒരു സാന്നിധ്യവും അനുഭവവും അവർക്കുണ്ടാവും. ഇപ്പോൾ ഈ കയറിയ മക്കളെല്ലാം, ഞാൻ സെയ്യോൻ ധ്യാന കേന്ദ്രത്തിലായിരുന്നപ്പോഴേ അവിടെ ശുശ്രൂഷയിൽ കടന്നു വരുമായിരുന്നു. അവരെ സ്റ്റേജിൽ കയറ്റി വചനം പറയുവാനൊക്കെ എൻ്റെ ജീവിതത്തിലെ ഒരുപാട് മക്കളെ വചനവേദിയിലേക്ക് കൈപിടിച്ച് ഉയർത്തുവാനായിട്ട് ദൈവം എന്നെ എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. ആരെല്ലാം കൈപിടിച്ച് ഉയർത്തിയിട്ടുണ്ടോ അവരെല്ലാം നല്ല വചനപ്രഘോഷകരായിട്ടും നല്ല ഉന്നത സ്ഥാനങ്ങളിലുമൊക്കെ ആയിട്ടുണ്ട്. അവരിന്നും മറന്നിട്ടില്ല ഈ എളിദാസനെ. പല വൈദികരും പല സന്യസ്തരും കന്യാസ്ത്രീകളും ഒക്കെ വചനവേദിയിലെ ഉയർച്ച വന്നിരിക്കുന്നത് ദൈവം എന്നിൽ കൂടി നല്ല രീതിയിൽ വളർത്തിയെടുക്കുവാനായിട്ട് തളർന്നു പോയവരെ പോലും വീണുപോയവരെ പോലും വീണ്ടും വചനത്തിലേക്ക് എഴുന്നേൽപ്പിക്കുവാൻ ദൈവം ശക്തി തന്നു. അപ്പോൾ എന്നെ ശ്രമിക്കുന്ന ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് നിങ്ങൾ, വിശുദ്ധ ജനമാണ്. ദൈവം നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നതൊക്കെയും നൽകുമെന്നുള്ള ഉറപ്പോടുകൂടി ഈ വചനം ഞാൻ പങ്കുവെക്കുവാൻ പോവുകയാണ്. സങ്കീർത്തനം 50:15 ഇപ്രകാരം എഴുതിയിരിക്കുന്നു: അനർത്ഥകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ മോചിപ്പിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഈ ഒരു തിരുവചനത്തിന്റെ ഉള്ളടക്കങ്ങളായിരിക്കാം ഇന്ന് പല വ്യക്തി കൂടി, പൗലോസ് ബ്രദറിൽ കൂടി, ജിൻസു സഹോദരിയിൽ കൂടി, ഇപ്പോൾ മോൻ ചെത്തിമറ്റം ബ്രദറിൽ കൂടിയൊക്കെ നമ്മൾ കേട്ടത്. ഇവരെല്ലാം എടുത്തെടുത്ത് പറയുന്നുണ്ട്, ആകുലതകൾ ഉണ്ടായിക്കോട്ടെ, രോഗമുണ്ടായിക്കോട്ടെ, കഷ്ടപ്പാടുണ്ട്, കടബാധ്യത മുങ്ങിപ്പോക്കോട്ടെ, എല്ലാം ഒന്നിനൊന്നിനോട് ചേർന്ന് തന്നെയായിരുന്നു. ഇവരെല്ലാം പലയിടത്തിരുന്നു കൊണ്ടാണ് പറഞ്ഞതെങ്കിലും ആത്മാവായിരുന്നു ഇവരിൽ കൂടി നയിച്ചത് എന്നുള്ള വലിയൊരു സന്തോഷത്തിന്റെ ഒരു വാർത്തയാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്. ഇന്ന് തന്നെ വചനത്തിന്റെ അടിസ്ഥാനത്തില് അനർത്ഥകാലത്ത്, അതായത് ഇങ്ങനെയുള്ള വേദനകളും വിഷങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒറ്റപ്പെടലുകളും ഒക്കെ ഉണ്ടാവുമ്പോൾ നീ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക, അവിടുന്ന് നിന്നെ ആ അവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കും. തീർച്ചയാണ് നീ അങ്ങനെ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ഈ ഒറ്റപ്പെടല്, നമ്മുടെയൊക്കെ ഈ തകർച്ചകളെ, അവിടെയൊക്കെ നമ്മൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. എങ്ങനെ ആയിരിക്കണം? സത്യസന്ധമായും പരമാർത്ഥ ഹൃദയമായിട്ടും ഹൃദയം തുറന്ന് വേദനിക്കുന്ന അവസ്ഥയിൽ നമുക്കറിയാം, കണ്ണുനീരോടെ ദൈവസന്നിധി പ്രാർത്ഥിച്ചാൽ ദൈവം ഒരു നാളും ആ വ്യക്തിയെ തള്ളിക്കളയത്തില്ല. വീണ്ടും നമുക്കറിയാം, കഷ്ടതയില് 107-ാം സങ്കീർത്തനത്തില് അവിടെ പറയുന്നുണ്ട്, വിളിച്ചപേക്ഷിക്കുന്ന മക്കളാ അവിടുന്ന് ദൈവം നിശ്ചയമായിട്ടും അല്ലെ. 107-ാം സങ്കീർത്തനത്തിലെ 19, 20 വചനത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. നമുക്കറിയാം, പല പ്രശ്നങ്ങളാൽ നീറിപ്പോഞ്ഞ്
ഇരിക്കുന്ന ഒരവസ്ഥ, പാപത്തിന്റെ മാർഗങ്ങൾ പിന്തുടർന്ന് രോഗികളായിട്ട് മാറിയ അവസ്ഥകള്, കഷ്ടപ്പാടുകള്, ഞെരുക്കങ്ങള് ഒക്കെ വന്നപ്പോൾ അവിടെ പറയുകയാണ് എന്താണ്? അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. കണ്ടോ? രക്ഷിക്കുക. കർത്താവിനോട് വിളിച്ചപേക്ഷിക്കുമ്പോൾ എങ്ങനെ ആയിരിക്കണം? സത്യസന്ധമായും പരമാർത്ഥ ഹൃദയമായും വേദനിക്കുന്ന ഹൃദയത്തോടെ കണ്ണുനീരോടെ ഹൃദയം നിറങ്ങി കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നതാണ് വിളിച്ചപേക്ഷിക്കുക എന്ന് പറയുന്നത്. അവിടുന്ന് തന്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. ഇപ്പോൾ ഈ പ്രസംഗിച്ചു പോയ സഹോദരന്റെ ഒരു കസിനെ എനിക്കറിയാം. കോടികളുടെ ആസ്തി. അന്നൊക്കെ ഈ വ്യക്തി ആരെയും മൈൻഡ് പോലും ചെയ്യത്തില്ലായിരുന്നു. കോടികളുടെ ബിസിനസ്സാ, ഒരു ദിവസം കോടികളുടെ ബിസിനസ്സാ. ഇന്ന് പല പ്രാവശ്യം മീറ്റിങ്ങിൽ എന്നെ കണ്ട്, ബ്രദറെ എനിക്ക് ബ്രദറിന്റെ വരണം, പല തടസ്സങ്ങൾ കാരണം വരാൻ പറ്റുന്നില്ല. ഞാൻ ഫ്രീ ആയിട്ടുള്ളപ്പോൾ അദ്ദേഹത്തിന് ഏതെങ്കിലും കേസ് കാര്യങ്ങളൊക്കെ കാണും, വരാൻ പറ്റുന്നില്ല. എന്നാൽ ഈ പ്രാവശ്യം ഞങ്ങളുടെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പ്രീച്ചേഴ്സിന്റെ തെരഞ്ഞെടുപ്പ് ഒക്കെ ആയിരുന്നു. ഇതിലൊക്കെ എന്നെ ഒഴിവാക്കിയിരിക്കണമെന്ന് ഞാൻ പറഞ്ഞു. കാര്യം നമുക്ക് പല സ്ഥലങ്ങളിൽ പോകണ്ടിയാ. നമുക്ക് സ്ഥാനമാനങ്ങളെക്കാൾ വലുത് നമ്മളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടല്ലോ എല്ലാവരും. അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു. പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോഴത്തെ അവസ്ഥയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് അത് അടുത്ത ആളിനെ വിട്ടുകൊടുത്തു. പ്രിയമുള്ളൊരു ദൈവസന്നിധിയില് ആയിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറക്കുന്നതും എളിയവനെ ഉയർത്തുന്നവരും കർത്താവാണെന്ന് നമ്മൾ ഓർത്തോണം. അപ്പൊ നമ്മുടെ അന്നും അങ്ങനെയൊക്കെ വീഴ്ചകൾ വന്നാലും നമ്മൾ ആ കഷ്ടതയിലെ, ആ ഞെരുക്കത്തിലെ, ആ വേദനയിലെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കണം. വചനം അയച്ച് അവനെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് വചനം കേൾക്കണം. ഏത് വേദനയിലും ഏത് പ്രതിസന്ധികളിലും ഏത് പ്രശ്നങ്ങളിലും വചനം കേട്ട് കഴിഞ്ഞാൽ അവിടെ വാതിൽ തുറന്നു കൊടുക്കും ദൈവം, വഴി കാണിച്ചു കൊടുക്കും ദൈവം. കാര്യം ദൈവം രക്ഷിക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് 19 20 വചനം പറയുന്നു, അവിടുന്ന് 19 പറയുന്നു, അവിടുന്ന് കർത്താവിനെ നിലവിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. അവിടുന്ന് തന്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. കണ്ടോ? ആ അവസ്ഥയിൽ നിന്ന് ദൈവം വിടുതൽ കൊടുക്കുക. എന്നാൽ എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുമ്പോഴേ ഞാനും നിങ്ങളും ഒക്കെ ചിലപ്പോഴൊക്കെ വിളിച്ചപേക്ഷിച്ചാൽ ദൈവം കേൾക്കാത്തത്? ഇതാ വിലാപത്തിന്റെ പുസ്തകത്തിൽ അത് വ്യക്തമായിട്ട് വിളിച്ചു പറയുന്നു. 3-ാം അധ്യായത്തിലെ 8-ാമത്തെ വചനം വിളിച്ചു പറയുകയാണ്, ഞാൻ വിളിച്ചപേക്ഷിക്കുന്നെങ്കിലും അവിടുന്ന് എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളുന്നില്ല. കർത്താവ് പറയുന്നത്, അനർത്ഥകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ രക്ഷിക്കും, അങ്ങനെ നീ എന്നെ മഹത്വപ്പെടുത്തും. ഇവിടെ പറയുന്നത് നിന്റെ രോഗങ്ങളില്ലേ, നിന്റെ വേദനയില്ലേ, നിന്റെ കഷ്ടപ്പാടില്ലേ, നീ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ അവിടുന്ന് നിന്റെ സകല ഞെരുക്കങ്ങളിൽ നിന്നും സകല ഘടങ്ങളിൽ നിന്നും എല്ലാ ബുദ്ധിമുട്ടിൽ നിന്നും ദൈവം നിന്നെ രക്ഷിക്കും. വചനം അയച്ച് നിന്നെ സൗഖ്യപ്പെടുത്തുകയും രക്ഷിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം വചനത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട്. വചനം വലിയൊരു അനുഗ്രഹമാണ്. വചനം ദൈവമാണ്. വചനം പറയുന്നിടത്ത് ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. വചനം കേൾക്കുന്നവരിൽ ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അതിന് യാതൊരു മാറ്റമില്ല. എന്നെ ശ്രമിക്കുന്ന നിങ്ങൾക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം ദൈവം തരുന്നതും ഇന്ന് നമ്മൾ നിലനിൽക്കുന്നതും നമ്മൾ നിന്നു പോകുന്നതും നമ്മൾ ജീവിച്ചു പോകുന്നതും ദൈവത്തിന്റെ ശക്തമായ കരങ്ങൾ താങ്ങി നിർത്തുന്നത് കൊണ്ടാണ്. പ്രിയമുള്ളവരെ, എന്നിട്ട് ഇവിടെ പറയുകയാണ്, വിലാപത്തിൽ പറയുകയാണ്, ഞാൻ വിളിച്ചപേക്ഷിക്കുന്നെങ്കിലും അവിടുന്ന് എന്റെ പ്രാർത്ഥന കൈക്കൊള്ളുന്നില്ല. ശരിയാണ്. ചില വ്യക്തികൾ പറയും, ഈ കഷ്ടതയിലും വേദനയിലും ഞാൻ ഒരുപാട് ധ്യാനം കൂടി, ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരുപാട് ഉപവസിക്കുന്നുണ്ട്, എന്നിട്ടും ദൈവം എന്തുകൊണ്ട് കേൾക്കുന്നില്ല? നമുക്കറിയാം, യോനായുടെ പുസ്തകം 1-ാം അധ്യായം 7-ാമത്തെ വചനത്തിലേക്ക് പോകുമ്പോൾ, യോനായുടെ പുസ്തകത്തില് 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ 7-ാമത്തെ വചനം നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. അനന്തരം അവർ പരസ്പരം പറഞ്ഞു, ആര് നിമിത്തമാണ് നമുക്ക് ഈ അനർത്ഥം സംഭവിച്ചത്? ആര് നിമിത്തമാണ്? പ്രിയമുള്ളവരെ, നിങ്ങളുടെ കുടുംബത്തിൽ ആര് മുഖേനയാണ് ഇങ്ങനൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായത്? ആരുടെ പ്രവൃത്തി മൂലമാണ്? ആരുടെ ദുഷ്കർമ്മങ്ങൾ മൂലമാണ് നീ ഇത്രമാത്രം അധംപതിച്ചു പോയത്, ഇത്രമാത്രം ദരിദ്രനായി പോയത്, ഇത്രമാത്രം പീഡകൾ സഹിക്കുന്നത്, ഇത്രമാത്രം രോഗങ്ങൾ വന്നതാണ്? അനന്തരം അവർ പരസ്പരം പറഞ്ഞു, ആര് നിമിത്തമാണ്?
പലപ്പോഴും നമ്മൾ പലരെയും കുറ്റപ്പെടുത്താറുണ്ട്. നീ കാരണമാണ്, അവൾ പറയും നീ കാരണമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തലുകളെ ആദിമ കാലഘട്ടത്തിൽ തുടങ്ങിയതാണ്. ഇന്നും അത് നമ്മുടെ കുടുംബങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ നിമിത്തമാണ്, അവര് നിമിത്തമാണ്, അവളെ പഠിപ്പിക്കാനായിട്ട് ഞാൻ ലോൺ എടുത്തത് നിമിത്തമാണ്. ഇങ്ങനെ കുറ്റപ്പെടുത്തൽ കൊണ്ട് നിൽക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരു അവസ്ഥയിൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കത്തില്ല. കാര്യം നമ്മുടെ ഞെരുക്കങ്ങളും കഷ്ടപ്പാടുകളിലും പരമാർത്ഥമായും സത്യഹൃദയമായും ഹൃദയം നുറങ്ങി കർത്താവിനോട് വിളിച്ചപേക്ഷിച്ചാൽ നിശ്ചയമായിട്ടും ദൈവം തമ്പുരാൻ നമ്മുടെ ആ വാതിലൊക്കെ തുറന്നു തന്ന് നമ്മളെ രക്ഷിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അവർ അവനോട് ചോദിച്ചു, പറയൂ, ആര് നിമിത്തമാണ് ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നത്? നിന്റെ തൊഴിൽ എന്താണ്? നീ എവിടെ നിന്ന് വരുന്നു? നിന്റെ നാട് ഏതാണ്? നീ ഏത് ജനതയിൽപ്പെട്ടതാണ്? ഒരുത്തനോട് ചോദിക്കുകയാണ്. എല്ലാവരും ദൈവത്തെ വിളിക്കുമ്പോൾ ഇവൻ കിടന്നുറങ്ങിയായിരുന്നു യോന. അപ്പൊ അവൻ പറയാണ് അവരോട്, എന്നെ എടുത്ത് കടലിലേക്ക് എറിയുക. 12ാമത്തെ വചനം പറയാ, എന്നെ എടുത്ത് കടലിലേക്ക് എറിയുക, അപ്പോൾ കടൽ ശാന്തമാകും. എന്നാൽ ഞാൻ നിമിത്തമാണ് ഈ വലിയ കൊടുങ്കാറ്റ് നിനക്കെതിരെ ഉണ്ടായിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾക്കെതിരെ ഈ വലിയ കൊടുങ്കാറ്റുണ്ടായതിൽ ഞാൻ നിമിത്തമാണ് എന്ന് അത് ഏറ്റു പറഞ്ഞപ്പോൾ, അവനെ എടുത്ത് കടലിലേക്ക് കളഞ്ഞപ്പോൾ ആ കപ്പൽ ശാന്തമായി, കടൽ ശാന്തമായി. പ്രിയമുള്ളവർ, എൻ്റെ ജീവിതത്തിൽ ഏതെല്ലാം പ്രശ്നങ്ങളെ എനിക്കുണ്ടാകുമ്പോൾ, ഏത് നിമിത്തമാണ് നീ ഇത്രമാത്രം അതമ്പതിച്ചത്? ഏത് നിമിത്തമാണ് നിന്റെ ജീവിതത്തിലും നിന്റെ കുടുംബത്തിലും പ്രശ്നങ്ങൾ ഒന്നിന്റെ പിന്നാലെ ഓരോന്ന് ഒഴിയാതെ മാറുന്നത്, കടബാധ്യതകൾ കൂടുന്നത്? എന്ത് നിമിത്തമാണ്? നീ ഈ ലോകത്തിന്റെ ഏതെങ്കിലും രീതിയിൽ ജീവിക്കുന്നുണ്ടോ? മദ്യമാണെങ്കിൽ മദ്യം എടുത്ത് ഈ ലോകമാകുന്ന കടലിലേക്ക് കളയാം, അപ്പോൾ കടൽ ശാന്തമാകും. അപ്പൊ നിന്റെ കുടുംബം ശാന്തമാകും. നിന്റെ തെറിവിളിയാണോ? അവിടെ അവസാനിപ്പിക്കേ. നിന്റെ കുടുംബം തകർന്നത് തെറിവിളിക്കുന്ന നിമിത്തമാണെങ്കിൽ നിശ്ചയമായിട്ടും നിന്റെ കുടുംബത്തെ ദൈവം വസിക്കത്തില്ല. നിന്റെ കുടുംബത്തെ മദ്യപിക്കുന്നുണ്ടെങ്കിൽ ദൈവം നിന്നെ വസിക്കത്തില്ല. നീ ഈ യോന പറഞ്ഞതുപോലെ ഞാൻ നിമിത്തമാണ്, എന്റെ മദ്യപാന നിമിത്തമാണ്, എന്റെ സിഗരറ്റ് വലി നിമിത്തമാണ്, ഞാൻ കുറ്റം പറയുന്ന നിമിത്തമാണ്, ഞാൻ തെറി വിളിക്കുന്ന നിമിത്തമാണ്, ഞാൻ പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ്, ഞാൻ കുമ്പസാരിക്കാത്തത് കൊണ്ടാണ്, ഞാൻ പാപത്തോടു കൂടി ജീവിക്കുന്നത് കൊണ്ടാണ് എനിക്കെതിരെ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് ഓരോ വ്യക്തികളും എന്റെ പിഴ, എന്റെ വലിയ പിഴ എന്ന് ഏറ്റുപറയുമ്പോൾ ആ കുടുംബത്തിലേക്ക് രക്ഷ കൈവരും. അതുകൊണ്ട് ജെറമ്യ 11:11 ഇവിടെ വ്യക്തമായിട്ട് വിളിച്ചു പറയാ. ജെറമ്യ 11:11 ജെറമ്യ പ്രവാചകൻ പറയാ, അതുകൊണ്ട് കർത്താവ് അരുളിച്ചെയ്യുന്നു, അവരുടെ മേൽ ഞാൻ അനർത്ഥം വരുത്തും. കാര്യം ഇത്രമാത്രം പറഞ്ഞിട്ടും ഇത്രമാത്രം ബോധ്യങ്ങൾ കൊടുത്തിട്ടും ഇനി നീ അനുസരിക്കുന്നില്ലെങ്കിൽ നിന്റെ മേൽ കർത്താവ് അനർത്ഥം വരുത്തും. കാര്യം നീ ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുന്നു, ദൈവത്തിന് അനിഷ്ടമായത് നീ പ്രവർത്തിക്കുന്നെങ്കിൽ ദൈവമായ കർത്താവ് പറയുകയാണ്, ഞാൻ നിന്റെ മേൽ അനർത്ഥം വരുത്താൻ പോകുന്നു. ഒഴിഞ്ഞു മാറാൻ അവർക്ക് സാധിക്കുകയില്ല. അവർ എന്നോട് നിലവിളിച്ചപേക്ഷിച്ചാലും ഞാൻ കേൾക്കത്തില്ല. എന്തുകൊണ്ടാണ് ഞാൻ നിലവിളിച്ചപേക്ഷിച്ചിട്ടും കേൾക്കാത്തത്? നമ്മുടെ ഭവനത്തില് കുറ്റം പറച്ചില്, നമ്മുടെ ഭവനത്തിൽ തെറിവിളിയോ, നമ്മുടെ ഭവനത്തിൽ അനിഷ്ടമായിട്ട് എന്തെങ്കിലും, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും നമ്മുടെ ഭവനത്തില് നാം പ്രവർത്തിക്കുകയോ ഞാൻ ചിന്തിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അനർത്ഥം വരുത്തും. ദൈവം പറയാണ്, നീ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നോക്കിയാൽ ഒരിക്കലും സാധിക്കത്തില്ല. ഒഴിഞ്ഞു മാറാൻ അവർക്ക് സാധിക്കുകയില്ല. അവർ എന്നോട് നിലവിളിച്ചാലും ഞാൻ കേൾക്കുകയില്ല എന്ന് പറയുക. അതാണ് വിലാപത്തിൽ പറഞ്ഞത്, ഞാൻ വിളിച്ചപേക്ഷിച്ചിട്ടും എന്റെ പ്രാർത്ഥന അവിടെ നിന്ന് കേൾക്കുന്നില്ല. കാരണം ഇതാണ്, നീ കളയേണ്ടത് കളയുന്നില്ല, നിന്റെ സ്വഭാവത്തിന് ഒരു മാറ്റമില്ല, നിന്റെ സംസാരത്തിന് ഒരു മാറ്റമില്ല. നീ വാ തുറന്ന തെറിവിളി, വാ തുറന്ന ദുഷ്ടത പ്രവർത്തിക്കുക, ദുഷ്ടത കരയുക. അതുകൊണ്ട് നിന്റെ ചിന്തകളെ ദൈവികമല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവസന്നിധിയില് ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു കൂട്ടിയാൽ നിശ്ചയമായിട്ടും ദൈവമായ കർത്താവ് നമ്മളിൽ നിന്ന് അകന്നു പോവുകയും നമുക്ക് വലിയ അനർത്ഥങ്ങൾ നമ്മുടെ ഭവനത്തിൽ ഉണ്ടാകുകയും ചെയ്യും. സുഭാഷിതത്തിൽ പറയുന്നു, സദൃശവാക്യത്തിൽ 22-ാം അധ്യായം 8-ാമത്തെ തിരുവചനം ഇപ്രകാരം പറയുകയാണ്, അനീതി വിതയ്ക്കുന്നവർ അനർത്ഥം കൊയ്യും. കണ്ടോ, അനീതി വിതയ്ക്കുന്നവർ അനർത്ഥം കൊയ്യും, അവന്റെ കോപദണ്ഡ് പ്രയോജനപ്പെടുകയില്ല. പ്രിയമുള്ളവരെ, അനർത്ഥം വിതയ്ക്കുന്നവൻ, അതാണ് അനീതി വിതയ്ക്കുന്നവൻ അനർത്ഥം കൊയ്യും. എന്തുകൊണ്ടാണ് അനർത്ഥങ്ങള് നമ്മുടെ ഭവനത്തിലെ വിപത്തുകളെ, അനർത്ഥങ്ങളെ, പെടുമരണങ്ങളെ, വിട്ടുമാറാത്ത രോഗങ്ങളെ, ദാരിദ്ര്യം, ഇങ്ങനെയുള്ള സ്കലകം, ഇങ്ങനെയുള്ളതൊക്കെ വരുന്ന അനർത്ഥങ്ങളെ,
അവിടെ അനീതി പ്രവർത്തിക്കുന്നുണ്ട്. ദൈവത്തിന് അനിഷ്ടമായത് നിന്റെ ഭവനങ്ങളിലും നിന്റെ ജീവിതത്തിലും ഉണ്ടെങ്കിൽ ദൈവമായ കർത്താവ് പറയാ, അവർ അനർത്ഥം ചെയ്യും. അവര് കഷ്ടതയിലായിരിക്കും. അവരുടെ വേദന അവരെ വിട്ടുപിരിയില്ല. അവരുടെ കഷ്ടപ്പാട് മാറത്തില്ല. അവരുടെ ദാരിദ്ര്യം മാറത്തില്ല. അത് കൂടുതൽ വഷളാകത്തേ ഉള്ളൂ. അതുകൊണ്ട് ദൈവത്തിന്റെ കർത്താവിന്റെ വചനം പറയുന്നു, അനീതി വിതയ്ക്കുന്നവൻ അനർത്ഥം കൊയ്യും. നീതി പ്രവർത്തിച്ചാലോ, അവൻ അനീതി വിട്ട് നീതിയിലേക്ക് വന്നാലോ, അത് നിമിത്തം ദൈവം അവന്റെ പാപങ്ങൾ ഓർക്കത്ത് പോലുമില്ല. ദൈവം അവനെ രക്ഷിക്കുക തന്നെ ചെയ്യും. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിലേക്ക് നമ്മൾ വീണ്ടും നോക്കുമ്പോൾ ഇത് അനീതി പ്രവർത്തിക്കുന്നത് കൊണ്ടല്ലേ ഇതൊക്കെ സംഭവിക്കുന്നത്. ഇനി നമുക്ക് ലേവ്യയുടെ പുസ്തകത്തിലേക്ക് പോകുമ്പോൾ 26-ാം അധ്യായത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. എങ്കിലും 21, 22 തിരുവചനത്തിലേക്ക് ഞാൻ പോവുകയാണ്. നിങ്ങൾ എനിക്ക് വിരുദ്ധമായി വ്യാപരിക്കുകയും എന്നെ അനുസരിക്കാതിരിക്കുകയും ചെയ്താൽ, കണ്ടോ, എന്നിട്ടും കർത്താവ് പറയുകയാണ്, നിങ്ങൾ എനിക്ക് വിരുദ്ധമായി വ്യാപരിക്കുകയും എന്നെ അനുസരിക്കാതിരിക്കുകയും ചെയ്താൽ നിങ്ങളുടെ പാപങ്ങൾക്ക് ശിക്ഷയായി 7 ഇരട്ടി അനർത്ഥങ്ങൾ ഞാൻ നിങ്ങളുടെ മേൽ വരുത്തും. 7 ഇരട്ടി അനർത്ഥങ്ങൾ ഞാൻ നിങ്ങളുടെ മേൽ വരുത്തും. അനർത്ഥകാലത്ത് ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ പറഞ്ഞു. ആ വിളിച്ചപേക്ഷിക്കുമ്പോൾ നിന്റേതായിട്ടുള്ള നിന്റെ ക്യാരക്ടർ, നിന്റെ സ്വഭാവങ്ങളെല്ലാം നീ മാറ്റിട്ട് വേണം വിളിച്ചപേക്ഷിക്കാൻ. അതേ സത്യസന്ധമായും പരമാർത്ഥ ഹൃദയമായും നീ നിന്റെ അനർത്ഥങ്ങളിലെ, നിന്റെ കഷ്ടപ്പാടിലെ, നിന്റെ രോഗത്തിലെ നീ ഹൃദയം നുറങ്ങി കർത്താവിന്റെ സന്നിധിയിലെ തീരുമാനമെടുത്തിട്ട് വിളിച്ചാൽ, ഇനി മേലെ ഞാൻ പാപത്തിന്റെ പിന്നാലെ പോകുകയില്ല, ഞാൻ അനർത്ഥങ്ങളിലെ അനീതി പ്രവർത്തിക്കത്തില്ല എന്ന് തീരുമാനമെടുത്ത് ദൈവത്തെ വിളിച്ചാൽ നിശ്ചയമായിട്ടും കർത്താവ് നിന്നെ രക്ഷിക്കും. അല്ലെങ്കിൽ നിന്റെ പാപങ്ങൾക്ക് ശിക്ഷയായി 7 ഇരട്ടി അനർത്ഥങ്ങൾ ഞാൻ നിങ്ങളുടെ മേൽ വരുത്തും. ഞാൻ നിങ്ങളുടെ ഇല്ലയിലേക്ക് വന്യമൃഗങ്ങളെ അയക്കി കടത്തിവിടും. അവൻ നിങ്ങളുടെ മക്കളെ അപഹരിക്കുകയും കന്നുകാലികളെ നശിപ്പിക്കുകയും അങ്ങനെ നിങ്ങളുടെ എണ്ണത്തിൽ കുറയ്ക്കുകയും ചെയ്യും. നിങ്ങളുടെ വീഥികൾ വിജനമാകും. ഇപ്പോൾ വന്യമൃഗങ്ങൾ കാട്ടിൽ നിന്നൊക്കെ ഇറങ്ങാൻ തുടങ്ങി. നമ്മുടെ മക്കളെയും കൃഷി ചെയ്യുന്നവരെയൊക്കെ അത് ഇല്ലായ്മ ചെയ്യുകയാണ്, അത് കടിച്ചു കീറുകയാണ്. കർത്താവ് ഇറക്കി വിടുന്നതാ. അനീതി പ്രവർത്തിക്കുന്നത് കൊണ്ട്, ദൈവത്തിന്റെ അനിഷ്ടമായി പ്രവർത്തിക്കുന്നത് കൊണ്ട് ദൈവമായ കർത്താവ് ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് വന്യമൃഗങ്ങളെ അയക്കും. ഇപ്പൊ പട്ടിയൊക്കെ കടിക്കാൻ തുടങ്ങി. നായ്ക്കൾ വഴിയെ പോയാലും ഓടിച്ചിട്ട് കടിയ, എല്ലാം പാമ്പ് കടി, അങ്ങനെ പലതും പ്രശ്നങ്ങളാ. ഇന്നലെ ഞാൻ ഓർക്കായിരുന്നു, ഇന്നലെ നമ്മുടെ അപ്പുറത്തെ ഒരു 2 പാമ്പിനെ അവർ കണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ മുറ്റത്ത് ഇങ്ങനെ ഇറങ്ങി നിൽക്കുമ്പോഴേ വലിയൊരു നീളം, അതായത് എന്നേക്കാൾ 2 ഇരട്ടി നീളമുള്ള ഒരു പാമ്പ് ഗേറ്റിന്റെ അവിടെ വന്നു. ഞാൻ ഒന്നും അനങ്ങാതെ അവിടെ നിന്നു. അത് അകത്തോട്ട് കയറി. ഞാൻ അതിന്റെ പുറകിന് പോയി എങ്ങോട്ടാ പോകുന്നറിയാൻ. അത് കഴിഞ്ഞ് അത് പോയി പെരയ്ക്ക് എൻ്റെ വീടിന് ചുറ്റിനും ഇങ്ങനെ ഒന്ന് കറങ്ങി. കാര്യം ഏത് സമയത്തും വീടിന് ചുറ്റിനും പ്രാർത്ഥനയും ജപമാലയും ചൊല്ലി പ്രാർത്ഥിച്ച് ബന്ധിക്കുന്ന ഒരു ഭവനമാ. നിങ്ങൾ നോക്കി, അപ്പുറത്തെ സൈഡിൽ നിന്ന് ഓടി വന്നതാ. അതിനെ കയറി ഒളിക്കാൻ ഒരു ഇടം അന്വേഷിക്കുകയായിരുന്നു. ഞാൻ അതിന്റെ പുറകിന് പോയി. അത് കറങ്ങടിച്ച് ഇരറ്റത്തെത്തിയപ്പോൾ തിരിച്ച് വീണ്ടും അത് വന്ന വഴിയെ കൂടെ ഇങ്ങോട്ട് വരാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് പെട്ടെന്ന് ഞാനും മുന്നോട്ട് നടന്ന് വന്ന വഴിയെ അത് തിരിച്ചു പോകുകയും ചെയ്തു. അപ്പൊ ഞാനിത് പറഞ്ഞപ്പോഴത്തെ അടുത്തിട്ട് ചോദിക്കായിരുന്നു, അതെന്താ? അതെ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഭവനത്തിലെ ദുഷ്ടജന്തുക്കൾക്കോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇഴജന്തുക്കൾക്കോ ഇങ്ങനെയുള്ള വന്യമൃഗങ്ങൾക്കോ ഇടം കിട്ടത്തില്ല. ദൈവമായ കർത്താവ് കൂടെയുണ്ട്. നിനക്ക് വിജയം ചെന്ന യോദ്ധാവ് നിന്റെ കൂടെയുണ്ട്. പ്രിയമുള്ളവരെ, അത് നമ്മൾ എപ്പോഴും ഓർത്തുകൊള്ളുക. സെഫന്യായുടെ പുസ്തകത്തിൽ പറയുന്നു. എന്തുകൊണ്ടാണ് എന്ന് എന്നോട് ചോദിച്ചാൽ 100% എനിക്ക് പറയാൻ സാധിക്കും. 3-ാം അധ്യായത്തിലെ 16-17 വചനത്തിൽ പറയുകയാണ്, ഇസ്രായേലിലെ രാജാവായ കർത്താവും നിങ്ങളുടെ മധ്യേ ഉണ്ട്. എന്തുകൊണ്ടാണ് ഇത് വന്ന വഴിയെ തിരിച്ചു പോയത്? അത് ചുറ്റിക്കറങ്ങി പെട്ടെന്ന് ഇറങ്ങിപ്പോകായിരുന്നു. പക്ഷെ വന്ന വഴിയെ തന്നെ തിരിച്ച് ഇറങ്ങിപ്പോയതിന്റെ കാര്യം, ഇസ്രായേലിന്റെ രാജാവായ കർത്താവ് നിങ്ങളുടെ മധ്യയുണ്ട്. നിങ്ങൾ ഇനിമേൽ അനർത്ഥം ഭയപ്പെടേണ്ടതില്ല. അന്ന് ജെറുസലേമിനോട് പറയും, സിയോനെ ഭയപ്പെടേണ്ട, നിന്റെ കരങ്ങൾ ദുർബലമാകാതിരിക്കട്ടെ. നിന്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യയുണ്ട്. അവിടെ വന്യമൃഗങ്ങളോ ഇഴജന്തുക്കളോ ഒന്നും തൊടുക പോലുമില്ല എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുക. കാരണം നിന്റെ കൂടെയുണ്ട്, നിന്റെ മധ്യത്തിലുണ്ട്.
നിന്റെയും അവരുടെയും അല്ലെങ്കിൽ ഇഴയന്തുക്കളുടെയും നിന്റെയും വന്യമൃഗങ്ങളുടെയും മധ്യത്തിൽ നിന്റെ വിജയം നൽകുന്ന യോദ്ധാവായ ദൈവം തമ്പുരാൻ മധ്യത്തിലുണ്ട്. നീ ഇനി ഒരു അനർത്ഥവും ഭയപ്പെടേണ്ട കാര്യമില്ല. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ ദൈവം കാണിച്ചു തരുന്ന ഓരോ അടയാളങ്ങളാണ് പ്രിയമുള്ളവരെ. അതിന് കയറിയിരിക്കാനാണെങ്കിൽ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ എല്ലാം നോക്കിയിട്ട് അത് പോന്ന പോക്ക് കാണാൻ നല്ല രസം തോന്നി. എന്നാൽ എൻ്റെ ഉള്ളിൽ ഭയമുണ്ട്. കാര്യം പാമ്പിനെ ഞാൻ എപ്പോഴും പേടിക്കുന്ന കാര്യം പിശാചാണ്. പിശാച്, ആ പാമ്പ് പിശാചാണ്. അതും എന്നാ നീളമാണ്, ഭയങ്കര നീളം. ഞാൻ ഇത്രത്തോളം വലിയ നീളമുള്ള ഒരു പാമ്പിനെ ഞാൻ ആദ്യമായിട്ട് ഇപ്പം കാണുന്നത്. പെരുമ്പാമ്പിനെ കണ്ടിട്ടുണ്ട്, കമുകൻ പാമ്പിനെ. പക്ഷെ ഈ പാമ്പിനെ ആദ്യമായിട്ട് ഇത്രയും നീളമുള്ള ഒരു പാമ്പ്. അതിന്റെ പുറകിന് എങ്ങനെ പോകാൻ ധൈര്യം വന്നെന്ന് ഞാൻ ഇപ്പോഴിരുന്ന് ഓർക്കുകയായിരുന്നു. എന്നാൽ അത് വന്നപ്പോ തിരിഞ്ഞു വന്നപ്പോ ഞാൻ പതുക്കെ മുന്നോട്ടങ്ങ് പോയി. അതിനെ ഓടി വന്ന് നല്ല സ്പീഡ് വന്ന് എന്നെ കടിച്ചിട്ട് വേണേ പോകായിരുന്നു. പക്ഷെ ഞാൻ അധികം ബഹളം വെക്കാതെ നടന്ന് ഞാൻ എന്റെ സ്റ്റെപ്പിന്റെ അവിടെ വന്ന് നിന്നപ്പോൾ അത് വന്നപാടെ ഒന്ന് തല പൊക്കിയിട്ട് അത് ഇറങ്ങി ഒറ്റ പോക്ക് പോയി. പ്രിയമുള്ളവരെ, നിനക്ക് വിജയം തരുന്ന യോദ്ധാവ് നിന്റെ മധ്യത്തിലുണ്ട്. നിനക്കൊരു അനർത്ഥം സംഭവിക്കത്തില്ല, നിന്റെ കൂടാരത്തിനൊരു ബാധയും അടുക്കത്തില്ലെന്ന് പറഞ്ഞ തിരുവചനത്തിന്റെ ആ വചനത്തിന്റെ ശക്തി, ആ ദൈവിക സാന്നിധ്യം നമ്മളെ തൊടുക പോലുമില്ല എന്ന് പറഞ്ഞ സത്യമാണ്. കാരണം ഇന്നലെ ഞാൻ അത് അനുഭവിച്ചു. കാര്യം അവിടെ അവരുടെ കൂട്ടിവെച്ചിരുന്ന സാധനങ്ങളൊക്കെ ഇളക്കിയപ്പോൾ അതിൻ്റെ അകത്ത് 2 ഉണ്ടായിരുന്നു. ഇനി പിന്നെ ഇത് എതുവഴി വന്നെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും കൊള്ളാം, ഞാൻ നോക്കി നിൽക്കെ എന്റെ മുമ്പിൽ വന്നിട്ട് കേറി ഇറങ്ങി പോന്നത് ഞാൻ കണ്ടപ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. കാര്യം അതിന് ഇടം കിട്ടത്തില്ല. കാര്യം ദുഷ്ടന് ദൈവം ഇടം കൊടുക്കത്തില്ല. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം പറയാണ്. കർത്താവേ, അവന്റെ കഷ്ടതയിൽ, അവന്റെ ഞെരുക്കത്തിൽ അവൻ എന്നോട് നിലവിളിക്കും. ഞാൻ അവനെ സകല ഞെരുക്കങ്ങളിൽ നിന്ന് വിടുതൽ കൊടുക്കും. ഞാൻ അവനെ രക്ഷിക്കും എന്ന് ദൈവം പറയുന്നെങ്കിൽ നിങ്ങൾ മടി കൂടണ്ട. ദൈവവചനം കേൾക്കാൻ നിങ്ങൾ ഒരു കാരണവശാലും നമ്മുടെ ഒരു കാര്യത്തിനും മാറ്റി വെക്കരുത്. ദൈവവചനം കേൾക്കാനായിട്ട് തീഷ്ണതയും ദൃഢതയോട്ട് കടന്നു വന്നാൽ ദൈവം നിന്റെ വീട്ടിൽ വന്ന് അനുഗ്രഹം തരും. നിന്റെ ഉറക്കത്തിലെ, നിന്റെ നടപ്പിലെ, നിന്റെ യാത്രയിലെ, നിന്റെ മക്കളെ, നിന്റെ കൃഷി സ്ഥലങ്ങളെ എല്ലാം ദൈവം തമ്പുരാൻ സംരക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് ഞാൻ ഉറപ്പു പറയുകയാണ്. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് നമ്മളെ ഈ അനർത്ഥങ്ങളൊക്കെ നമ്മുടെ മേൽ വരുന്നത്? നമ്മൾ ദൈവത്തിന്റെ നിയമങ്ങൾ പാലിക്കാതെ, ദൈവത്തിന്റെ ഇഷ്ടം പ്രവർത്തിക്കാതെ, നാം വീണ്ടും ദൈവത്തിന് വിട്ടുകൊടുക്കാതെ വചനം കേട്ടിട്ട് അതനുസരിച്ച് ജീവിക്കാതിരിക്കുകയും ചെയ്താൽ വളരെ ദുരിതമുണ്ട്. അതുകൊണ്ടാണ് നിയമാവർത്തനം 31-ാം അധ്യായം 17-ാമത്തെ വചനം പറയുന്നു. നിയമാവർത്തനം Deuteronomy chapter 31 verse 17 പറയുകയാണ്. എന്താണ് അവിടെ പറയുന്നത്? ഇവിടെ വ്യക്തമായിട്ട് വിളിച്ചു പറയാ, അന്ന് അവരുടെ നേരെ എന്റെ കോപം ജ്വലിക്കും. നിങ്ങൾ വ്യക്തമായിട്ട് നോക്കണം. ഞാൻ അവരെ പരിത്യജിക്കുകയും അവരിൽ നിന്ന് എന്റെ മുഖം മറയ്ക്കുകയും ചെയ്യും. അവർ നാശത്തിനിരയാകും. അനേക അനർത്ഥങ്ങളും കഷ്ടതകളും അവർക്കുണ്ടാകും. അനേകം നാശത്തിനിരയാകും, അനേകം അനർത്ഥങ്ങളുണ്ടാകും, അനേകം കഷ്ടതകളുണ്ടാകും, അവർക്കുണ്ടാകും. നമ്മുടെ ദൈവം നമ്മുടെ ഇടയിൽ ഇല്ലാത്തത് കൊണ്ടല്ലേ ഈ കഷ്ടപ്പാടുകൾ നമുക്ക് വന്നു ഭവിച്ചത് എന്ന് ആ ദിവസം അവർ പറയും. ആ വചനം ഒന്ന് ഓർത്തു വയ്ക്കേ. ദൈവമായ കർത്താവ് നിന്റെ ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ട് നിനക്ക് കഷ്ടപ്പാടുകളും അനർത്ഥങ്ങളും പ്രശ്നങ്ങളും എല്ലാം വന്നു ഭവിക്കും. അപ്പോൾ നീ മനസ്സിലാകും, ഈ കഷ്ടപ്പാടുകൾ നമുക്ക് വന്നു ഭവിച്ചത് എന്തുകൊണ്ടാണ്? ദൈവം നമ്മുടെ ഇടയിൽ ഇല്ലാത്തത് കൊണ്ടല്ലേ, ദൈവവിളി ഇല്ലാത്തത് കൊണ്ടല്ലേ, ദൈവ ഇഷ്ടം പ്രവർത്തിക്കാത്തത് കൊണ്ടല്ലേ എന്ന് നമ്മെ തന്നെ ഒന്ന് ആത്മശോധന ചെയ്ത് ദൈവസന്നിധിയിലെ തീരുമാനമെടുക്ക്. ഈ രാത്രി ദൈവം പറയുക, മകനെ മകളെ, നീ രാത്രി തീരുമാനമെടുക്ക്. ഇതാ നിനക്ക് വിജയം തരുന്ന യോദ്ധാവ് നിന്റെ കൂടെയുണ്ട്. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ വീണ്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സങ്കീർത്തനം 32:6 സങ്കീർത്തനം 32:6-8 വചനത്തിലേക്ക് നമ്മൾ 6 മുതൽ 8 വരെ വചനത്തിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് വ്യക്തമാക്കി പറയുകയാണ്. എന്താണ്? ആകയാൽ ദൈവഭക്തർ, അവിടെ എടുത്തു പറയാണ്, ആകയാൽ ദൈവഭക്തർ ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ. കഷ്ടത കരകവിഞ്ഞൊഴിഞ്ഞാലും ഒഴുകിയാലും അതവരെ സമീപിക്കുകയില്ല. കണ്ടോ? ദൈവഭക്തർ ആപത്തിലും കഷ്ടപ്പാടുകളൊക്കെ പ്രാർത്ഥിച്ചാൽ മതി. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ, ഏതെങ്കിലും പ്രതികൂലങ്ങൾ വരുമ്പോൾ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. അത് നിങ്ങളെ തൊടുക പോലുമില്ല. അത് നിങ്ങളെ കരകവിഞ്ഞൊഴിയാലും അത് അവരെ സമീപിക്കത്തില്ല. അതങ്ങ് പൊക്കോളും. ഇന്നലെ ഞാൻ പറഞ്ഞത് അതങ്ങ് പൊക്കോളും, അതിന്റെ വഴി
വഴിക്ക് വന്നപാടെ അതിന്റെ വഴിക്ക് പൊക്കോടും. ആ പാമ്പ് വന്ന വഴിക്ക് പോയതുപോലെ പ്രിയമുള്ളവരെ, ദൈവസന്നിധി ഞാൻ പറയുകയാണ്, കഷ്ടപ്പാടുകളും രോഗങ്ങളും വന്നിട്ടുണ്ടോ, നിങ്ങളെ സ്പർശിക്കത്തില്ല. അത് എതുവഴി വന്ന വഴിയെ തിരിച്ചു പൊക്കോളും. അതാണ് നിങ്ങൾക്ക് വിജയം തരുന്ന യോദ്ധാവ് നിന്റെ മധ്യത്തിലുണ്ടെങ്കിൽ, ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ ഭയപ്പെടേണ്ട കാര്യമില്ല. ഒരർത്ഥത്തെയും നീ ഭയപ്പെടണ്ട എന്ന കർത്താവിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നതെങ്കിൽ, വീണ്ടും കർത്താവിന്റെ വചനം പറയുന്നു, സുഭാഷിതം 12:1, പ്രോവർബ് ചാപ്റ്റർ 12 വേഴ്സ് വ്യക്തമായിട്ട് പറയാ. 21 പറയുന്നു. എന്താണ് അവിടെ പറയുന്നത്? നീതിമാന്മാർക്ക് അനർത്ഥം സംഭവിക്കുകയില്ല. അനീതി പ്രവർത്തിക്കുന്നവർക്കാ സംഭവിക്കുന്നത്. നീതിമാർക്ക് അനർത്ഥം സംഭവിക്കുകയില്ല, ദുഷ്ടർക്ക് ആപത്ത് ഒഴിയുകയുമില്ല. കണ്ടോ? ദുഷ്ടത പ്രവർത്തിക്കുന്നവർക്ക് ആപത്തും അനർത്ഥങ്ങളും പെട്ടെന്ന് കൂടിക്കൊണ്ടിരിക്കും. എന്നാൽ നീതി പ്രവർത്തിക്കുന്ന നീതിമാന്മാർക്ക് അനർത്ഥം സംഭവിക്കുകയില്ല. ഇതൊരു വലിയ ഒരു അർത്ഥമാണ്. പ്രിയമുള്ളവരെ, ഞാൻ വീണ്ടും നിങ്ങളോട് ഞാൻ പറയുകയാണ്, ദൈവസന്നിധി നാം കേട്ടിട്ടുള്ള വചനങ്ങളാണേലും കണ്ടിട്ടുള്ള വചനങ്ങളാണേലും ഇന്ന് നമ്മുടെ ജീവിതത്തെ അത് ടച്ച് ചെയ്ത് പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. എന്റെ ജീവിതത്തെ അത് സ്പർശിക്കുന്നില്ലേ? ഈ വചനങ്ങളെല്ലാം എന്റെ ജീവിതത്തെ സ്പർശിക്കുന്നില്ലേ? ദൈവം നിന്നെ സൗഖ്യപ്പെടുത്തും, ദൈവം നിന്നെ സുഖപ്പെടുത്തും, ദൈവം നിന്റെ കഷ്ടതയിൽ നിന്ന്, നിന്റെ ഞെരുക്കങ്ങളിൽ നിന്ന്, നിന്റെ രോഗങ്ങളിൽ നിന്ന് ദൈവം നിനക്ക് വിടുതൽ നൽകും. കാരണം എന്താണെന്നറിയോ? ഇവിടെ സുഭാഷിത അല്ലെങ്കിൽ പ്രോവർബ് ചാപ്റ്റർ 16 വേഴ്സ് 4 പറയുന്നത്, അവിടെ നമ്മൾ വ്യക്തമായിട്ടൊന്ന് നോക്കേണ്ടതാണ്. കർത്താവ് ഓരോന്നിനെയും നിശ്ചിത ലക്ഷ്യത്തോടു കൂടിയാണ് സൃഷ്ടിച്ചത്. അനർത്ഥ ദിനത്തിന് വേണ്ടി അവിടുന്ന് ദുഷ്ടരെയും സൃഷ്ടിച്ചു. അനർത്ഥങ്ങൾ സംഭവിക്കുന്നത് ദുഷ്ടത പ്രവർത്തിക്കുന്നവർക്കാണ്, അനിഷ്ടങ്ങൾ സംഭവിക്കുന്നത് അനീതി പ്രവർത്തിക്കുന്നവർക്കാണ്. അതുകൊണ്ട് നീതി പ്രവർത്തിക്കുന്ന വചനം പറയുന്നു, നീതിമാൻ 7 പ്രാവശ്യം വീണാലും അവന്റെ വീഴ്ച വലുതല്ല. കാരണം ദൈവം അവനെ കൈ പിടിച്ചിരിക്കുന്നു. അവൻ 7 പ്രാവശ്യം വീണാലും അവനെ ദൈവം കൈ പിടിച്ചേക്കുന്നുണ്ട്, അവനെ ദൈവം ഉയർത്തും. തെറ്റുകളും കുറ്റങ്ങളും ഇല്ലാത്തവർ ഈ ലോകത്തിൽ ആരുമില്ല. പക്ഷേ നീതിമാൻ 7 പ്രാവശ്യം വീണാലും അവന്റെ വീഴ്ച വലുതല്ല. അവനെ ദൈവം കരങ്ങളിൽ പിടിച്ചേക്കുന്നതുകൊണ്ട് അവന് ഭയപ്പെടേണ്ട കാര്യമില്ല. ഒരു അനർത്ഥം അവന് സംഭവിക്കത്തില്ല. ദൈവത്തിന്റെ കരങ്ങളിലാണ് അവൻ. നമ്മുടെ ജീവിതം ദൈവത്തിന് വിട്ടുകൊടുത്തേ. തെറ്റുകളും കുറ്റങ്ങളും ഇല്ലാത്ത ഒരു ജീവിതം ഈ ലോകത്തിലില്ല. എല്ലാവർക്കും തെറ്റുകളും കുറ്റങ്ങളും ഉണ്ട്. എല്ലാവരും പാവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നീ ദൈവത്തിനെ പരമേൽപ്പിച്ച് ജീവിക്കുമ്പോൾ ഒരു തെറ്റുകളും ഒരു കുറ്റങ്ങളും ഒരു കുറവുകളും ഒരു വീഴ്ചകളും വന്നാൽ ദൈവം തമ്പുരാൻ കരങ്ങൾ പിടിച്ചിരിക്കുന്നത് കൊണ്ട് അവന്റെ വീഴ്ച വലുതാകത്തില്ല. അവനെ ദൈവം ഉയർത്തും. അതുകൊണ്ട് ദൈവം വിജയം തരുന്ന യോദ്ധാവ് നിന്റെ മധ്യത്തിലുണ്ടെങ്കിൽ, നീ വിജയം നൽകുന്ന ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നെങ്കിൽ, കഷ്ടത കരകവിഞ്ഞൊഴിഞ്ഞോട്ടെ, അതൊന്നും നിന്നെ ബാധിക്കയില്ല. നീ വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. ദൈവമഹത്വം നീ ദർശിക്കുക തന്നെ ചെയ്യും. ആമോസിന്റെ പുസ്തകം 3-ാം അധ്യായം 6-ാമത്തെ വചനം കൂടെ എടുത്ത് ഞാൻ നിർത്താൻ പോവുകയാണ്. ആമോസിന്റെ പുസ്തകം 3-ാം അധ്യായം 6-ാമത്തെ വചനം ഇപ്രകാരം പറയുന്നു. ഇവിടെ വ്യക്തമായിട്ട്, പട്ടണത്തിൽ കാഹളധ്വനി കേട്ടാൽ ജനങ്ങൾ ഭയപ്പെടാതിരിക്കുമോ? കർത്താവ് അയക്കാതെ പട്ടണത്തിൽ അനർത്ഥങ്ങൾ ഉണ്ടാവുമോ? അപ്പൊ അനർത്ഥം ആരാണ്? ദൈവം അയച്ചിട്ടാണ് വരുന്നത്. എന്തുകൊണ്ടാണ്? നീ അനീതി പ്രവർത്തിക്കുന്നത് കൊണ്ട്. കഷ്ടപ്പാടുകൾ ദൈവമാണ് വരുത്തുന്നത്. കാര്യം നീ ദൈവത്തെ മറന്ന് ജീവിക്കുന്നത് കൊണ്ട് കഷ്ടപ്പെടുമ്പോഴും വേദനിക്കുമ്പോഴും രോഗത്തിലായിരിക്കുമ്പോഴും നീ തിരിഞ്ഞ് ദൈവത്തിലേക്ക് തിരിച്ചു വരും എന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് കർത്താവ് അനർത്ഥങ്ങൾ അയച്ച് നിന്നെ പീഡിപ്പിക്കുമ്പോൾ ഓർത്തുകൊള്ളുക, അത് നിന്റെ പാപനിമിത്തമാണ്, നിന്റെ അനീതി നിമിത്തമാണ് കർത്താവ് അനർത്ഥങ്ങൾ നിന്റെ മേൽ വരുത്തിയതെങ്കിൽ നീ അത് ഉപേക്ഷിക്കുമ്പോൾ, നിശ്ചയമായിട്ടും നീ ദൈവത്തിലേക്ക് തിരിയുമ്പോൾ ദൈവം പറയാണ്, നിന്റെ കര കവിഞ്ഞൊഴിയാലും അത് നിന്നെ ബാധിക്കത്തില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം. നമ്മൾ ഒരു കാര്യം ചിന്തിച്ചോണം. ഞാൻ ഇത്രയും സമയം ദൈവസന്നിധിയില് സ്പെൻഡ് ചെയ്യുന്ന സമയം ഒരിക്കലും സ്പെൻഡിന്റെ ഈ ടൈം ഒരിക്കലും വേസ്റ്റ് അല്ല. ഈ കേൾക്കുന്ന വചനങ്ങൾ ഒരു കാലത്ത് നിങ്ങൾക്ക് അനുഗ്രഹം തന്നില്ലെങ്കിൽ ഞാൻ എന്റെ പ്രഘോഷണം വെറും കൊടങ്കമ്മത്തി വെള്ളം ഒഴിക്കുന്ന പോലെയാണെന്ന് എനിക്കറിയാം. പക്ഷേ അതല്ല എന്ന് എനിക്കറിയാം. മലർത്തി വെച്ചിട്ടാണ് ഞാൻ വെള്ളമൊഴിക്കുന്നത്. എല്ലാവരുടെയും ഹൃദയത്തിലേക്കാണ് ഇത് ചെല്ലുന്നതെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. കാര്യം വചനം വിതയ്ക്കാൻ അറിയാവുന്നവന് നല്ല നിലത്ത് തന്നെ വിതയ്ക്കത്തുള്ളൂ. വിതയ്ക്കാൻ അറിയാമല്ലാത്തവനാണ് കളകളുടെയിലും മുള്ളിൻ്റെ ഇടയിലും ഒക്കെ വിതയ്ക്കുന്നത്. എന്നാൽ നിങ്ങളെപ്പറ്റി ശരിയായ ബോധ്യം ദൈവം എനിക്ക് തന്നേക്കുന്നത് കൊണ്ട് ഞാൻ വചനമാകുന്ന വിത്ത് വിതയ്ക്കുന്നത്, എന്റെ ദൈവം എന്നെ കൊണ്ട് വിജയിപ്പിക്കുന്നത്
നല്ല നിലത്ത് തന്നെയാണ്. അത് നിങ്ങളുടെ ഹൃദയങ്ങളിൽ തുളച്ചു കയറുന്നുണ്ട്. തുളച്ചു കയറുന്ന വചനമാണ്. അത് നിങ്ങളെ സൗഖ്യപ്പെടുത്തും, നിങ്ങളെ രക്ഷിക്കും. നിന്റെ കഷ്ടകാലത്തെ, ഇപ്പോഴല്ലെങ്കിൽ നിന്റെ കഷ്ടകാലത്തെ, നിന്റെ ഞെരുക്കങ്ങളിലെ, നിന്റെ ഒറ്റപ്പെടലുകളിലെ, നീ വേദനിക്കുന്ന അവസ്ഥയിലെ ഈ കേട്ട വചനം നിന്നെ രക്ഷിക്കും. സത്യം. നിങ്ങൾ ഇത്രയും സമയം വചനം കേൾക്കാൻ ഈ 3 ദിവസങ്ങളിലൊക്കെ കയറി വരുന്നത് വെറുതെയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇന്നല്ലെങ്കിൽ നാളെ നിനക്കൊരു കഷ്ടപ്പാട് വരുമ്പോൾ, ഒരു ഞെരുക്കം വരുമ്പോൾ, ഒരു വേദന വരുമ്പോൾ, നീ ഇന്ന് കേട്ട വചനം ചിലപ്പോൾ 1 വർഷം കഴിഞ്ഞ് അത് നിന്റെ ജീവിതത്തിൽ അത് ഫലം പുറപ്പെടുവിക്കും. എപ്പോഴാണ് നിനക്ക് ആവശ്യം വരുന്നത് ആ സമയത്ത് ഈ വചനം തന്നെ നിനക്ക് അനുഗ്രഹമായിട്ട് മാറും. അതുകൊണ്ട് കേട്ട വചനം ഒരിക്കലും ദൈവം തമ്പുരാനിലേക്ക് തിരിച്ചു പോകത്തില്ല. അത് ഫലം പുറപ്പെടുവിക്കുക തന്നെ ചെയ്യുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യെശയ്യാ 55-ാം അധ്യായത്തിലെ 10 മുതൽ 12 വരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി അത് എടുക്കുന്നില്ല, ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അല്പസമയം നമ്മുടെ ആന്റണി ബ്രദർ ഉണ്ട്, PT ജോർജ് ബ്രദർ ഉണ്ട്. ഒരു 15 മിനിറ്റെങ്കിലും അദ്ദേഹം ഒരു സന്ദേശം തരട്ടെ. ദൈവത്തിന്റെ മക്കളെ, ദൈവവചനം കേട്ട് കഴിഞ്ഞാൽ ഇന്ന് കേട്ടിട്ട് അല്ലെങ്കിൽ ഈ സമയങ്ങളിൽ എനിക്കൊരു പ്രയോജനപ്പെട്ടില്ലല്ലോ എന്ന് നീ ചിന്തിക്കേണ്ട. നിനക്ക് ഈ വചനങ്ങൾ എന്തെങ്കിലും ഉപകാരമായി മാറിയിരിക്കുമെന്ന് ശാന്തോ മിനിസ്ട്രിയുടെ മധ്യസ്ഥനായ തോമസ് ലിയായും ഇതാ ദൈവത്തിന്റെ ആത്മാവ് എന്നിക്കൂടി പ്രവർത്തിക്കുന്നതും ഞാൻ അടിവരയിട്ട് പറയുന്നു. ഇത് നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. ഏതെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും വേദന ഘട്ടത്തിലെ ഈ വചനങ്ങളൊക്കെ അനുഗ്രഹമായിരിക്കും. എന്നാൽ അനീതി പ്രവർത്തിക്കുന്നവരെ, നിന്നിൽ നിന്ന് അനർത്ഥം വിട്ടുമാറത്തില്ല, നിന്നിൽ നിന്ന് രോഗം വിട്ടുമാറത്തില്ല, നിന്നിൽ നിന്ന് വേദനകൾ വിട്ടുമാറത്തില്ല. ഇതെല്ലാം നിനക്ക് സംഭവിച്ചെങ്കിൽ നീ നേരെ തിരിഞ്ഞ് ദൈവത്തെങ്കിലേക്ക് വന്ന് നീതി പ്രവർത്തിക്കുക, നിന്റെ കരങ്ങളെ വിശുദ്ധീകരിക്കുക, എല്ലാം ദൈവേഷ്ടം പ്രവർത്തിക്കുക. എങ്കിൽ നീയും നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്നെ സേവിക്കുന്ന പ്രിയമുള്ളവരെ, നാളെ നമുക്കറിയാം, പറ്റുന്നവരെല്ലാം നാളെ അവധിയെടുത്തിട്ട് നാളെ ഉച്ചവരെ ഉണ്ട്. അവിടെ ഭക്ഷണമുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാവരും വരുവാന്ന് ഭക്ഷണം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഇല്ലെങ്കിൽ തന്നെയും വചനമാകുന്ന അപ്പം ഭക്ഷിച്ചുകൊണ്ട് പോകാം. അവിടെ വിശുദ്ധ കുർബാനയുണ്ട്, എല്ലാം ഉണ്ട്. ഏകദിന കൺവെൻഷൻ അല്ലേ, ആരാധനയുണ്ട്, കയ്യൊപ്പ് ശുശ്രൂഷയുണ്ട്. അച്ഛന്മാരെല്ലാം ചെയ്തോളും. വചന പ്രഭാഷണം ഞാൻ ചെയ്യാം. ആരാധനയ്ക്ക് സമയം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അന്ന് തന്നെ ഏറ്റുമാനൂര് വേറൊരു പ്രോഗ്രാം ഉണ്ട് കാരിസ് ഭവന്റെ അടുത്ത്. അതുകൊണ്ട് അവിടെ പോകേണ്ടിയിരിക്കുന്നു. മഞ്ഞാക്കലച്ഛൻ്റെ ജ്യേഷ്ഠനൊക്കെ വന്നിട്ടുണ്ട്. അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ അച്ഛൻ വന്നിട്ടുണ്ട്. എല്ലാവരും ഇവിടെ വന്നിട്ട് പോയതാണ്. അവിടെ ഒരു പ്രോഗ്രാമിന് എനിക്ക് പോകേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ചൊവ്വാഴ്ച, ഈ വരുന്ന ചൊവ്വാഴ്ചയാണ് നമ്മുടെ വിശുദ്ധ അന്തോണീസിന്റെ നൊവേനകളും വചനപ്രഘോഷങ്ങളും ഒക്കെ കുമരഞ്ചിറ മുട്ടാറ്, അതായത് കിടങ്ങറായിക്ക് തൊട്ട് ലെഫ്റ്റ് സൈഡ് മുട്ടാറ് എടത്തുവായിക്ക് പോകുന്ന റൂട്ട്, മുട്ടാറിൽ കൂടി എടത്തുവായിക്ക് പോകാം. അവിടെ കുമരഞ്ചിറയിലെ 20-ാം തീയതിയാണ്. അതിനും കഴിവുള്ളവരൊക്കെ അവിടെ വരിക. കാര്യം നേരിട്ട് വന്ന് കാണാം. ഇതൊക്കെ നമ്മളെ സൂമിൽ കൂടിയാണല്ലോ. നേരിട്ട് വന്ന് മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു അനുഭവം ഏകദിനത്തിൽ പങ്കുചേരുന്നത് നിങ്ങളുടെ ഗുണം ചെയ്യും. അതിനുപേക്ഷ വിചാരിക്കേണ്ട. അത്രയും സമയം പോട്ടെന്നേ. എത്രയോ മണിക്കൂറുകൾ, എത്രയോ ദിവസങ്ങൾ ഹോസ്പിറ്റലിൽ കിടന്നാലും മനുഷ്യൻ ദൈവസന്നിധിയിൽ വരുത്തില്ല. ദൈവസന്നിധി വരിക, എല്ലാം വിട്ടിട്ട് വരിക. ദൈവം അനുഗ്രഹിക്കുകയില്ല എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ദൈവം അനുഗ്രഹിക്കുക തന്നെ. ഈ ഏകദിനത്തിനൊക്കെ വിളിക്കുന്നത് ഞാനും നിങ്ങളുമായിട്ടൊന്ന് കണ്ടുമുട്ടാനായിട്ട് ഒരവസരം ദൈവം ഒരുക്കി തരുന്ന നേരിട്ട്. അതുകൊണ്ട് ദൈവസന്നിധിയില് മടി കൂടാതെ 9 മണിക്ക് നാളെ അവിടെ എത്തുക. 9:30-ക്ക് ജപമാല തുടങ്ങും. 10 മണിക്ക് ഞാൻ സ്റ്റേജിൽ കയറും ദൈവസന്നിധിയില്. അതുപോലെ നമ്മുടെ കുമരഞ്ചിറയിലും 9 മണിക്ക് തൊട്ട് ഞാൻ മധുവായിക്കട്ടുണ്ട്. അവിടെ ബേമയിൽ നിന്നുകൊണ്ട് ജപമാല എല്ലാ ശുശ്രൂഷയിലും ഞാനുണ്ട്. അവസാനം വരെയും വിശുദ്ധ കുർബാന, ആരാധന, നൊവേനകളെ, കൈവെപ്പ് ശുശ്രൂഷ എല്ലാത്തിലും ഞാനുണ്ട്. അതുകൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാനുണ്ട്. അവിടെയും 2 മണി വരെയാ. അവിടെ നിശ്ചയമായിട്ടും ഭക്ഷണമുണ്ട്, ഉറപ്പാണ്. അതുകൊണ്ട് ദൈവത്തിന് എല്ലാവരെയും സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കുകയാണ്. വരാനായിട്ട് താല്പര്യപ്പെടുക, വന്ന് സഹകരിക്കുക. പ്രത്യേകിച്ച് നിങ്ങളെയൊക്കെ മുഖം കാണുമ്പോൾ എനിക്ക് ഒന്നുകൂടെ ശക്തി കൂടും. കാര്യം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു സമൂഹം വന്നിട്ടുണ്ടല്ലോ എന്ന്. വചനം കേട്ടാലും കേട്ടില്ലേലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടെന്നുള്ള ആ ശക്തി എന്നെ കൂടുതൽ വരുന്ന മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടും.